നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു 5ാം തലമുറ യുദ്ധവിമാനം എത്തിയ അത്ഭുതത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ. എന്തിന്, എപ്പോൾ, എങ്ങനെ വന്നു? ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ F-35B ലൈറ്റ്നിംഗ് വിമാനം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോൾ കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരുന്നു ഒരു 5ാം തലമുറ യുദ്ധവിമാനം എത്തുന്നത്. ഇന്ധനത്തിന്റെ അളവിൽ വന്ന കുറവാണ് അടിയന്തര ലാൻഡിംഗിന് കാരണമായി മാറിയത്. വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ അതിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മൈക്ക് നിയമപരമായ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും വിമാനത്തിന്റെ സമീപത്ത് നിന്നും മാറാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തുടർന്ന് വിമാനത്താവള അധികൃതർ വിമാനത്തിനടുത്തായി തന്നെ അദ്ദേഹത്തിന് ഒരു കസേര ഇട്ടു നൽകി. അദ്ദേഹത്തെ കൊണ്ടുപോകാനായി റോയൽ നേവി ഹെലികോപ്റ്റർ എത്തുന്നത് വരെ അദ്ദേഹം വിമാനത്തിനടുത്ത് തന്നെ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. തികച്ചും അസാധാരണമായ ഈ നടപടി എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ നിരവധി ഊഹാപോഹങ്ങൾക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കുമെല്ലാം വഴിതെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം പലരും അവരുടെ ആകാംക്ഷയും പങ്കുവെക്കുന്നുണ്ട്. കേരള തീരത്ത് നിന്നും 100 നോട്ടിക്കൽ മൈൽ ദൂരെ കടലിലുള്ള HMS പ്രിൻസ് ഓഫ് വൈൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ളതാണ് ഈ F-35B. സ്റ്റെൽത്ത് കപ്പാസിറ്റി, അതായത് റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാനുള്ള കഴിവുള്ള ഈ വിമാനത്തിന് ചെറിയ ദൂരത്തിനുള്ളിൽ തന്നെ പറന്നുയരാനും നേരെ കുത്തനെ ഇറങ്ങാനും കഴിയും. UK കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ വിമാനവാഹിനി. ജൂൺ 14 ശനിയാഴ്ച രാത്രി 9:20 കൂടിയാണ് വിമാനത്തിന്റെ പൈലറ്റ് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗിന് അനുവദിക്കണമെന്ന് തിരുവനന്തപുരം എയർ ട്രാഫിക് കൺട്രോൾ വിളിച്ച് ആവശ്യപ്പെട്ടത്. തുടർന്ന് രാത്രി 9:30 മണിയോടെ വിമാനം സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ചേർന്ന് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തെ തിരുവനന്തപുരത്തേക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തു. എയർപോർട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗത്തുള്ള ബേ 4ലേക്ക് നീക്കിയ വിമാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ധനം നിറയ്ക്കുവാനുള്ള സംവിധാനവും സ്ഥിതിയും വന്നു. അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിൽ ഇന്ധനം കുറഞ്ഞ് അപകടാവസ്ഥയിലായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം സാങ്കേതിക തകരാറ് പരിഹരിക്കാനാവാത്തതിനാൽ ഇന്നലെയും തിരികെ പോകുകയുണ്ടായില്ല. അമേരിക്കയിൽ നിർമ്മിത F-35 യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ 3 എഞ്ചിനീയർമാരും 1 പൈലറ്റുമാരും അടങ്ങിയ സംഘം എത്തിയിരുന്നു. വ്യോമസേന ഏജൻസിമാരുടെ സഹായത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇന്നലെ പറന്നുയരാനും സാധിച്ചില്ല. ശേഷിക്കുന്ന തകരാറ് കൂടി പരിഹരിച്ച ഇന്ന് വിമാനം കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിലേക്ക് പറക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ എന്താകും സാഹചര്യമെന്ന് അറിയില്ല. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസെക്സ് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാനും കഴിഞ്ഞില്ല. ഇന്ധനം തീരാറായതോടുകൂടി പൈലറ്റ് തിരുവനന്തപുരത്തേക്ക് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഊഹാപോഹം ഉണ്ടോ എന്നാണ് സംശയം. കാരണം ഇത്രയും യുദ്ധ സാഹചര്യത്തിൽ പറക്കേണ്ടിയിരുന്ന ഒരു വിമാനം എങ്ങനെയാണ് ഇന്ധനമില്ലാതെ സൂക്ഷിക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് 50,000 അടി ഉയരത്തിൽ വരെ പറക്കാനും കഴിയുന്നുണ്ട്. എന്തായാലും വിമാനം ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റഡാറിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തിനു വന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഈ ഘട്ടത്തിൽ. കേന്ദ്രത്തിന്റെ നിരീക്ഷണം കൃത്യമായി തന്നെ ഈ ഒരു വിമാനത്താവളത്തിൽ ഉണ്ട്.